ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഡ്യൂക്ക് തന്നെ. എന്ത് തോന്നി? നീ പഴയ RC 390 ഒക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര പോവും. ഒരുമാതിരി ചത്ത വണ്ടിയുടെ അവസ്ഥയുണ്ട് ഉള്ളത് പറയാമല്ലോ. ഹായ് ഗൈസ്, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള KTMൻ്റെ ഷോറൂമിലോട്ടാണ്. അപ്പോൾ ഇവിടത്തേക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊമാഡിക് ഓർഡർ വെറുതെ ഇരുന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു ഡ്യൂക്ക് 390 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അവൻ്റെ കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എനിക്ക് അഡ്വഞ്ചർ 390 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഹിമാലയൻ്റെ കൂടെ പണ്ട് തൊട്ടേ പറയുന്ന വരുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു, ഡ്യൂക്കും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിച്ചുകൊണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ 390 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചേട്ടൻ നമുക്കത് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ നൊമാഡിക് ഓർഡർ ഡ്യൂക്ക് 390 ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയാം അഡ്വഞ്ചർ 390 ആയിട്ട് പോകാൻ പോവാണ്. ஓகே, முன்னால பெட்ரோல் பங்க் இருக்கும், லெஃப்ட் எடுத்துங்க, ஹைவே வரீங்க. ஓகே, ஹைவேல ஸ்ட்ரைட்டா போனா சிக்னல் இருக்குல, ஓகே, அப்படி யூ டர்ன் பண்ணி வாங்க, தாண்டி போகாதீங்க, പോലീസ് இருப்பாங்க. ഓക്കെ, ഫൈൻ. ഓക്കെ, ചേട്ടൻ പറഞ്ഞത് നേരെ പോവും, അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് യൂ ടേൺ എടുത്തിട്ട് അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അവിടുന്ന് തിരിച്ചു വരാനാണ് പറഞ്ഞത്. സംഭവം അവിടെ പോലീസ് ഉണ്ട്, കാരണം ഈ വണ്ടി പ്യുവർലി ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ല, നമ്പർ പ്ലേറ്റ് ഇല്ല. ഓക്കെ, കൊള്ളാം, പവർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്യുവർ KTM വിരോധിയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ പിന്നെ ഒരു സമയമായപ്പോഴാണ് എനിക്ക് ഈ വണ്ടിയോട് ഒരു ചെറിയൊരു ക്രേസ് വന്നു തുടങ്ങിയത്. കൊള്ളാം, അതങ്ങനെ പവർ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വല്ലാത്ത പവറാണ്. എന്തൊക്കെ കുറേ വാർണിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, നമ്മളതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ കൈ കൊടുക്കുന്നില്ല. കൊള്ളാം, ഇതിൻ്റെ സീറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ BMW 310 ഇരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ സീറ്റ് കുറച്ചും കൂടെ ഹാർഡറാണ്. ഇതിന് ഓക്കെ, KTMൻ്റെ സ്ഥിരം സ്വഭാവം ഇതിനകത്തുമുണ്ട്. വണ്ടി ആക്സിലേറ്റർ ചെയ്യുക, മുന്നോട്ട് പോകാനുള്ളൊരു എന്താ പറയുക, ആ ഒരു രീതിയാണ് ഇതിനകത്തും ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹിമാലയൻ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലേ അല്ല ഇത് പവർ ചെയ്യുന്നത്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ നല്ല സ്മൂത്താണ്. ഓക്കെ, ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമുക്ക് സൈഡ് മിറേഴ്സ് ഇല്ല. എനിക്ക് ഈ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സൈഡ് മിറേഴ്സ് ഇല്ലാത്ത വണ്ടികൾ ഇച്ചിരി പാടാണ്. എനിക്ക് 2 മിററും വേണമെന്നുള്ള, ഒരു മിററാണെന്നുണ്ടെങ്കിലും കുഴപ്പമുള്ളതെന്നുള്ളതല്ല, എനിക്ക് 2 മിററും വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് ചെറുതായിട്ട്. നമ്മുടെ നൊമാഡിക് ഓർഡർ ഇങ്ങനെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ നമുക്കത് അവിടെ എത്തിയിട്ട് ആ ഡ്യൂക്കും കൂടെ നോട്ടിച്ച് നോക്കാം. RPM കയറുമ്പം ഒരു രസമുണ്ട്, പക്ഷേ ലോവർ RPM ഭയങ്കര പോവും. ഒരുമാതിരി ചത്ത വണ്ടിയുടെ അവസ്ഥയുണ്ട് ഉള്ളത് പറയാമല്ലോ. പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറേണ്ട ഒരു രീതി ഞാൻ കാണുന്നുണ്ട്. ഒരു 4000 RPMനകത്തൊക്കെ തന്നെ വണ്ടി ഒരുമാതിരി ലോവർ RPM എന്തോ പോലെയാണ്. ഒരു മിഡും ഹൈ എൻഡ് RPM ആണ് ഇത് കുറച്ചും കൂടെ നല്ല പവർ രസമുള്ളത്.
ദൈവമേ. ഇനി ഇതിൻ്റെ നമ്മുടെ ഷോറൂം എവിടെ ആയിരുന്നു? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വൈസർ അഡ്ജസ്റ്റബിൾ ആണോ ചോദിച്ചു നോക്കണത്, എന്നാലേ അറിയത്തുള്ളൂ. പക്ഷെ റൈസർ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമുക്ക് വഴി തെറ്റിയോ? ഭാരത് പെട്രോളിയം, ഓക്കെ കയറ്റി. ഓക്കെ, നമുക്ക് വണ്ടി പയ്യെ സൈഡാക്കാം. എന്നിട്ട് ഡ്യൂക്കും കൂടെ ഓടിച്ചിട്ട് ഞാൻ എൻ്റെ കമൻസ് ഞാൻ പറയാം കൂടുതലായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ നൊമാഡിക് ഓർഡർ ഡ്യൂക്ക് ഓടിച്ച് കഴിഞ്ഞു. എന്നിട്ട് അഡ്വഞ്ചർ എടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം ഡ്യൂക്ക് എടുക്കുകയാണ്. എന്താടാ ഹൈറ്റ് എന്ത് പറ്റി? കുഴപ്പമുണ്ടോ? സ്റ്റിഫ്നെസ് ഉണ്ടോ ബാക്കിൽ? കേട്ടില്ല. ഓക്കെ. പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഹൈറ്റ് ഏകദേശം 850 mm എങ്കിലും മിനിമം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 850 അല്ല, 830 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് എന്തായാലും പിന്നെ വരാം. നമുക്ക് ആദ്യം ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. സീറ്റ് ഓക്കെ, കുഴപ്പമില്ലാത്തൊരു, കുറച്ചും കൂടെ സുഖമുണ്ട്. അഡ്വഞ്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്മൂത്താണ് സീറ്റ്. റെഡി ടു റേസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ KTM വിരോധിയായതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പഴയ ഡ്യൂക്ക് ഞാനൊന്ന് ഒരിക്കൽ ഓട്ടിച്ച് നോക്കി. അത് വണ്ടി കൊള്ളാത്തതിൻ്റെ ആയിരുന്നോ അതോ എന്താണെന്നറിയില്ല. പക്ഷേ എന്താ പറയുക, എനിക്കെന്തോ ഒരു കംഫർട്ടബിൾ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് ഓട്ടിക്കുന്ന ഒരു ഹൈവേയുടെ സൈഡിലായിരുന്നു. എൻ്റെ അടുത്തുകൂടെ ഒരു ലോറി പോയപ്പോഴത്തേക്ക് വണ്ടി അതിൻ്റെ കൂട്ടത്തിൽ പോകുന്നത് ഞാൻ കണ്ടു. കാരണം ഇത് വണ്ടി ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാറ്റ് പിടിച്ച് സൈഡിലോട്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. അതൊരു മേജർ റീസൺ ആയിരുന്നു എനിക്ക് വണ്ടി ഇഷ്ടപ്പെടാതിരിക്കും. കാരണം ഞാൻ അത്ര നാൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഓടിച്ച് നോക്കിയിട്ടുള്ളൂ, ഇതിനും ഇല്ലല്ലോ സൈഡ് മിറർ. ഈ സൈഡ് മിറർ ഇല്ലാത്ത വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്യാവശ്യം എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഫോബിയുണ്ട്, ഈ വണ്ടിക്ക് എല്ലാം തികഞ്ഞിരിക്കണമെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ്. ലോഞ്ച് കൺട്രോളൊക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളെന്നാലും പിന്നെ KTMൻ്റെ വണ്ടികളിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ കയറി ഓട്ടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാടില്ല, എന്താ കാറിനകത്തോ ബസ്സിനകത്തോ ഒക്കെ പോകുന്ന കണക്കാണ്. കുറേ മീറ്ററും കൺസോളും ഒക്കെ കണ്ട് വണ്ടിക്ക് അകത്തിരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എക്സ്പോസ്ഡ് ആണ്. വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട്, കാരണം ഞാൻ ഇപ്പോൾ ഒന്ന് ബ്രേക്ക് പിടിച്ച് ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ തലയും കുത്തി പുറത്ത് പോത്തേ ഉള്ളൂ. പക്ഷെ മറ്റേതിനകത്താണെങ്കിൽ ഞാൻ നേരെ വന്ന് കൺസോളും ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ശീലമില്ല ഡ്യൂക്ക് ഓടിച്ചിട്ട്, അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം കുറച്ചും കൂടെ നല്ല രസമുണ്ട് ഓടിക്കാൻ. വണ്ടി വളരെ എന്താ പറയുന്നത്, വീൽ ബേസ് വളരെ ഷോർട്ടായിട്ടുള്ളതാണെങ്കിൽ തോന്നുന്നു എനിക്ക്. വണ്ടി ഫ്രണ്ടിലോട്ട് എനിക്കൊന്നും ഇല്ല, ജസ്റ്റ് ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ.
ഓക്കെ, കൊള്ളാം. ബ്രേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അഡ്വഞ്ചറിനെക്കാട്ടി കുറച്ചും കൂടെ സുഖം ഇതാണ്. യെസ്, അത് കൊള്ളാറുണ്ട്. വണ്ടി പവർ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്പീഡോമീറ്റർ ഒബ്വിയസ്ലി അവർ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അതുകൊണ്ട് സ്പീഡ് എത്ര കയറിയിട്ടുണ്ടെന്ന് നമുക്കിതുവരെ അറിയില്ല. അതിനകത്തും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വണ്ടി മിക്കവാറും ഇപ്പം അടുത്ത ആർക്കിങ്ങനെ തല വെച്ച് കെട്ടാനുള്ള പരിപാടിയാണ് പറഞ്ഞത്. മിക്ക ഷോറൂമിനും കാണുന്നൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം അന്നേരം നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിലൊന്നും കിട്ടത്തുള്ളൂ മീറ്റർ. അവരതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല. അതിൻ്റേതായ റിസ്ക്കുകൾ ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ട്. കാരണം നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ പോലും ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും വർക്കൗട്ട് ആവില്ല. മീൻസ് എൻ്റെ പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് പോലും ചിലപ്പോൾ വാലിഡായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ഓട്ടിക്കുന്നവർ പയ്യൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തത്. അതും ഞാൻ സ്ഥിരം ഓട്ടിക്കുന്ന റൂട്ടാണിത്. എൻ്റെ വീട്ടിൻ്റെ ഏകദേശം ഞാൻ ഇപ്പം താമസിക്കുന്ന ഇലക്ട്രോണിക് സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റ്. അപ്പം എനിക്ക് സ്ഥിരം അറിയാവുന്ന റൂട്ടായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് കൈ കൊടുത്തത്. അതും ഞാൻ ആ ഓപ്പൺ ഹൈവേയിൽ ഞാൻ ചെയ്യില്ല. ഞാൻ ഇതേക്കുള്ള എന്താ പറയുന്നത് കുറച്ചും കൂടെ തിരക്കൊഴിഞ്ഞിട്ടുള്ള എന്താ പറയുന്നത് സർവീസ് റോഡ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അന്നേരം ഒന്ന് കൈ കൊടുത്തത്. അല്ലാതെ ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് ആരും ഇങ്ങനെ ഒന്നും ചെന്ന് ചെയ്യരുത്. അപ്പം ആരെന്ത് കാണിച്ചു കഴിഞ്ഞാലും അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇത് തന്നെയാണ്. കാരണം നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവം പറ്റത്തുള്ളൂ, അവർക്കാണ് പോകുന്നത്. സോ നോക്കി കണ്ട് ചെയ്യുക. ഇതാണ് പ്രശ്നം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ നിർത്തിയിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്ക് അതിനാല് ഇതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാം. ഡാ റബി, എവിടെ ഒതുക്കൂ? ഒതുക്ക്. നിൽക്കി സൗണ്ട് ഒന്ന് കേൾപ്പിച്ചിട്ട്. ഓക്കെ, എന്നാലും അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഒന്നുകൂടെ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ട സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡ്യൂക്കിൻ്റെ ആ ഒരു രീതിയിലേ അല്ല, കുറച്ചും കൂടെ വളരെ സ്മൂത്തായിട്ട് എന്താ പറയുക അത്രയ്ക്ക് അഗ്രസീവ്നെസ് ഇല്ലാത്തൊരു സൗണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ ഡ്യൂക്കിനകത്തുനിന്ന്, ലേറ്റസ്റ്റ് മോഡൽ. ഓക്കെ, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഡ്യൂക്ക് തന്നെ. എന്ത് തോന്നി? നീ പഴയ RC 390 ഒക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാം. നിന്റെ ചേട്ടൻ്റെ ആ RC 390 പക്ഷെ കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ റോട്ടിൽ. ഏതാ? കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഓക്കെ, അല്ലാതെ പറഞ്ഞ പോലെ അത് പഴയ വണ്ടിയാ. ഓക്കെ, അത് 23 മോഡലാണ്. നമ്മുടെ അഡ്വാൻസ് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല പ്രോപ്പർലി. 24 ആണ്. ഇത് 4 മാസമല്ലേ ആവത്തുള്ളൂ. ഓക്കെ, ഇത് 4 മാസം. സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ. കൈ എങ്ങനെയുണ്ട്? കയ്യിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കൈക്ക് നല്ല അടിപൊളി സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ ഗ്ലൗസ് ഇട്ടിരുന്നുകൊണ്ട് എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അല്ലാതെ ഇത് കൊള്ളാം. ഡ്യൂക്ക് തന്നെ. ഓക്കെ, പവർ ചെയ്ത് നോക്കിയോ? പവർ ചെയ്ത് നോക്കിയോ? കുറച്ച്. അന്നേരം എത്ര RPM വരെ കയറി? 7. ഓക്കെ. അപ്പോൾ നിനക്ക് ഇതിൻ്റെ ലുക്സ് കണ്ടിട്ട് എന്ത് തോന്നി? എന്താടാ ലുക്സ് കണ്ടിട്ട് എന്ത് തോന്നി? കേട്ടില്ല. ലുക്ക്
ആ ലുക്ക് കൊള്ളാം. എനിക്ക് എൻ്റെ ഫ്രണ്ടിലത്തെ, പക്ഷേ ഇതിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ആ നീല കളർ കേട്ടോ. അത് എൻ്റെ നീല കളറിൻ്റെ ആ ഒരു ഒബ്സഷൻ കൊണ്ടാണോ എത്തിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ നീല കളർ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. KTM ഓറഞ്ച് കൊള്ളത്തില്ലെന്നുള്ളതല്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഈ പ്യുവർ ഓറഞ്ച് തന്നെ ആയിരിക്കും. പക്ഷേ അതേസമയം എനിക്ക് കുറച്ചും കൂടെ താല്പര്യം വന്നാൽ അതിനകത്തിരുന്ന നീല കളറിൻ്റെ കൂടെ ആയിരുന്നു. അത് കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു കാണാൻ, ആ പുതിയ നീല. പിന്നെ അതേ കണക്ക് തന്നെ ഈ പുതിയ മാറ്റം വന്ന ആ ഫ്രണ്ടിലൊക്കെയുള്ള ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ കുറച്ചും കൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഹൈവേയിലൊരു 28, സിറ്റിയിലൊരു 25 ആണ് മൈലേജ് പറയുന്നത്. അതേ കണക്ക് തന്നെ ഓൺ റോഡ് ഏകദേശം 4.1 ആണ് ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ ഏകദേശം ഇതിനെക്കാട്ടി കുറച്ചും കൂടെ കുറവായിരിക്കണം, ഏകദേശം 400 അടുപ്പിച്ചോ അല്ലെങ്കിൽ 3.9 ഒക്കെ വരാനുള്ള ചാൻസുകളായിരുന്നു ഞാൻ കാണുന്നത്. കേരളത്തിലെ വരെ എനിക്കറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടയർ വരുന്നത് മെറ്റ്സലറിൻ്റെ ടയേഴ്സാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. വണ്ടിയുടെ പവറിനനുസരിച്ച് തന്നെ പിടിച്ചിരിക്കുന്നൊരു ടയറാണ് മെറ്റ്സലറിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഗൈസ്, അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇതൊരു എന്താ പറയുക, റൈഡ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ഒരു ചെറിയ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആയിരുന്നു. ഞാൻ അങ്ങനെ KTM ഒരു ഫാനും അല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പം നമ്മുടെ നൊമാഡിക് ഓർഡർ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇത് വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ്. ഡ്യൂക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അഡ്വഞ്ചർ അത്രയ്ക്ക് പോരാ എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. ഞാൻ എൻ്റെ രീതിക്ക് പറഞ്ഞതാണ്, ഞാൻ ഓടിച്ചു നോക്കിയത്. അത് ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ മെയിൻ ഒരു ലോങ് ടേമിൽ ഓടിച്ചവർക്ക് ചിലപ്പോൾ ഒരു വേറെ അഭിപ്രായം കാണാൻ ചാൻസ് ഉണ്ട്. അത് അവരുടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഒരാളെ കട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡും കൂടെ ചെയ്യാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്യൂക്ക് 390 കുറച്ചും കൂടെ നല്ല റിഫൈൻഡ് ആയിട്ടൊരു വണ്ടിയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഞാൻ ഇത്രയും നാളും ഡ്യൂക്കിനെ അത്രയ്ക്ക് ആരാധിച്ചിരുന്ന ഒരാളോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനിൽ ദിസ് ഈസ് ഓസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച പുതിയൊരു വണ്ടിയോ പുതിയൊരു സ്ഥലമോ ഒക്കെ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് ഇസ് KL20 സൈനിങ് ഓഫ്. ഓക്കെ, ബൈ.